ഓക്കെ, പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഡാർക്ക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇവിടെ കാണുന്നത്. സോ പുതിയ പ്രൊജക്റ്റ് എടുക്കാൻ ന്യൂ പ്രൊജക്റ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പൈച്ചാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഇതതിൻ്റെ ഫയൽ പാത്താണ്, സേവ് ചെയ്യുന്ന ഏത് ഫയൽ പാത്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയലിൻ്റെ പാത്ത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇവിടെ നെയിം മാറ്റി കൊടുക്കണമെങ്കിൽ ഈ ലാസ്റ്റ് പൈത്തൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഡീഫാൾട്ട് ആയിട്ട് നെയിം വരുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് അവിടെ നെയിം മാറ്റി കൊടുക്കാം. സോ ഞാനിവിടെ ടെസ്റ്റ് സ്ലാഷ് വേണം, സ്ലാഷ് കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ടെസ്റ്റ് എന്ന് നെയിം കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ദെൻ ആ നെയിം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻ്റർപ്രറ്ററാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ പൈത്തൻ്റെ ഇതേതാണെന്നാണ് ചോദിക്കുന്നത്, വേർഷൻ ഏതാ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ഒന്നെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പല വെർഷൻസ് ഇവിടെ കാണാൻ പറ്റും. 3.7, 3.10 അങ്ങനെ വെർഷൻസ് കാണാൻ പറ്റും. സോ ആ ഒരു വെർഷൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യും. ഞാനിവിടെ 3.7 തന്നെ യൂസ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് അവിടെ എനേബിൾ ആയിട്ട് വരും. ദെൻ ഇവിടെ ഏത് വിൻഡോ വേണമെന്നുള്ള ഞാൻ ഓൾറെഡി ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ആ ഒരു വിൻഡോ കാണുന്നത്. സോ ഇത് ഡാർക്ക് മോഡ് ആക്കണമെങ്കിൽ ഇവിടെ സെറ്റിംഗ്സിൻ്റെ അവിടെ വരിക. ദെൻ തീം എടുത്തിട്ട് ഡാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാർക്ക് മോഡിലേക്ക് എനേബിൾ ആയിട്ട് വരും. സോ ഒന്നെങ്കിൽ നിങ്ങൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെയിൻ ഇത്, അതായത് ഞാനിവിടെ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ക്രിയേറ്റ് മെയിൻ ഡോട്ട് പൈയുടെ അവിടെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഡീഫാൾട്ടായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ടിക്കറ്റ് കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെയിൻ ഡോട്ട് പൈ എന്ന് പറയുന്നതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ഞാനത് ടിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കാണാൻ പറ്റാത്തത്. സോ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന വേർഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നെയിം കൊടുത്തതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ന്യൂവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പൈത്തൺ ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയിം കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ മെയിൻ തന്നെ നെയിം കൊടുക്കുകയാണ്. മെയിൻ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പൈത്തൺ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡോട്ട് പൈ ആണ് അതിൻ്റെ ഫയൽ നെയിം വരുന്നത്. സോ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെയാണ് പൈത്തൻ്റെ കൺസോൾ വരുന്നത്. നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ കൺസോൾ യൂസ് ചെയ്യാം. പിന്നെ ടെർമിനലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ടെർമിനലിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ റൺ ചെയ്യുന്ന സമയത്ത് റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ടെർമിനലിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലൈബ്രറീസും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലൈബ്രറീസ്, നമ്മൾ കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, വേറെ ഡേറ്റകളോ ഇമേജുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കാണുന്നത് ഈ ഫയലിന് താഴെയാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ സെൻട്രൽ പോർഷനിലാണ് നമ്മൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. ആ സ്ക്രിപ്റ്റിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നത്. ഇവിടെ നമ്മൾ ഏത് ഫയലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഒരു സ്ക്രിപ്റ്റ് മെൻഷൻ, ഇവിടെയാണ് നമ്മുടെ സ്ക്രിപ്റ്റുകളെല്ലാം ലോഡായിട്ട് വരുന്നത്. സോ ആ സ്ക്രിപ്റ്റിൻ്റെ അവിടെ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ മെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രിപ്റ്റിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എം ടി ആണ്. ദെൻ അവിടെ ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മേളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ റൺ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റ് റൺ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് 1 ലൈൻ കൂടി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ പ്രിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിന്റ് ഫംഗ്ഷൻ ജസ്റ്റ് പ്രിയ അടിക്കുമ്പോൾ തന്നെ ഒരു ഫംഗ്ഷൻ അവിടെ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അത് ലൈബ്രറി പോലെ അല്ലെങ്കിൽ സജഷൻസ് പോലെ പ്രിന്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫംഗ്ഷൻ നെയിം വന്നിട്ടുണ്ട്. സോ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നെയിം അവിടെ കോളായി. ദെൻ ഡബിൾ കോഡിനകത്തോ സിംഗിൾ കോഡിനകത്തോ നമുക്ക് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഇവിടെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒറ്റ ലൈൻ കൂടി തന്നെ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്തെങ്കിലും നെയിം പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ നെയിം പ്രിന്റ് ചെയ്യണം. ബിനു കെ ജോസ് ഞാൻ പ്രിന്റ് ചെയ്തു. സോ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റ് ആ നെയിം അവിടെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒറ്റ ലൈൻ കൂടി തന്നെ ഇതുപോലെ സജഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പൈത്തൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നത്. സോ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക്